ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ പരമാനന്ദ സുഖമാണ്. അപ്പം ഇന്ന് February 14th, എല്ലാവർക്കും വെരി ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ ചിലപ്പോൾ അതൊക്കെ സംസാരിക്കാൻ കാരണം ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. വിഷ്ണു ഉറങ്ങുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനോ ഓക്കെ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനോ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. ഓക്കെ, വീണ്ടും ഹായ്. നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. വർക്കിംഗ് ഡേ ആണ് നിന്ന്. അപ്പൊ ലഞ്ച് ഉണ്ടിരുന്നത് എന്താണെന്ന് പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പോവാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ. ഇന്ന് ആക്ച്വലി വിഷ്ണുവിന് ഒരു വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലഞ്ചും ഡിന്നറും വേണ്ടാന്ന് വെച്ചിട്ട് വെറും ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രം ഒതുങ്ങിയത്. ഈ കുട്ടി കുട്ടി സെലിബ്രേഷൻസ് ഒന്നും നമ്മൾ നോർമലി അങ്ങനെയൊന്നും മിസ് ചെയ്യാറില്ല. ഈവൻ ദോ എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മുടെ റിലേഷൻഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ മിസ് ചെയ്യാറില്ല. വിഷ്ണു ആക്ച്വലി ഒരു പ്രൊഫഷണൽ ഷെഫാട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും മൂപ്പരെ കിട്ടൂല എന്നറിയാം. അപ്പൊ ലഞ്ചും ഡിന്നറൊന്നും നമുക്ക് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മളത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ടായിക്കൂടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. പ്യൂർ ആൻഡ് സിമ്പിൾ ആക്ച്വലി ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോപ്പർ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് നോർമലി ലഞ്ചും ഡിന്നറും ഡേറ്റിന് പോകുന്നതിനെക്കാട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റിനാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇത് ഫുള്ളും അത് തന്നെയാണ്. ഇതിൻ്റെ പേര് ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. പ്യൂർ ആൻഡ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് മാത്രം. നമുക്ക് അകത്ത് കയറാം കേട്ടോ. ഇവിടെ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടായിരുന്നു വന്നത്. 4.9. റെസ്റ്റോറൻറ്റ്സിൻ്റെ ആംബിയൻസ് 5 out of 5. ഫുഡ് 5 out of 5. പിന്നെ സർവീസും 5 out of 5 ആണ് ഇവിടെ. ഞാൻ ഈ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ ഫുഡിനെക്കാട്ടും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവിടുത്തെ ആംബിയൻസിനായിരിക്കും. നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്? ആദ്യം നമ്മൾ വിചാരിച്ചത് റിസർവേഷൻ കിട്ടൂല എന്നാണ്. കാരണം വിളിച്ചപ്പം അവർ പറഞ്ഞിട്ടുണ്ടായി വീക്കെൻഡിൽ റിസർവേഷൻസ് ഒന്നും ചെയ്യൂലെന്ന്. ബട്ട് വന്നപ്പം റെസ്റ്റോറൻറ്റ്സിൽ ആകെ ഒരു 2-3 ടേബിൾസ് മാത്രമേ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ്ലി എം ടി ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ പോകുമ്പോഴേക്ക് ഫുൾ ബിസി ആയിരുന്നു. വിഷ്ണു ആണ് ഓർഡറൊക്കെ പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഈ ഫോണും പിടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ടൈം ഫോണും എടുത്തിട്ട് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡിൻ്റെ ആയാലും റെസ്റ്റോറൻറ്റിൻ്റെ ആയാലും ഒക്കെ. ഞാനൊരു ചെറിയ റിലേഷൻഷിപ്പ് ടിപ്പ് തരട്ടെ. ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ആണ്, അല്ലാണ്ട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല. നമുക്കിപ്പം ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവുമല്ലോ. അത് റിലേഷൻഷിപ്പ് ചാലഞ്ചസ് തന്നെ വേണമെന്നില്ല, ഈവൻ കരിയർ റിലേറ്റഡ് ചാലഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ലൈഫ് മുമ്പോട്ട് പോകുന്നില്ലല്ലോ, എവിടെയാണ് നമ്മൾ സ്റ്റക്ക് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അന്നേരമൊക്കെ നമ്മൾ സംസാരിക്കുക, ലൈക്ക് ഓപ്പൺലി സംസാരിക്കുക. ഇഫ് യു ഹാവ് ടു ഫൈറ്റ്, ജസ്റ്റ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് വെറുതെ നടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമ്മൾ ഈ ഫൈറ്റ് ചെയ്ത പ്രോബ്ലംസിനെ പറ്റിയിട്ട് സംസാരിക്കാതെ കുറച്ചും കൂടി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഒരു ഫാൻറ്റസി ആയിട്ടൊക്കെ സംസാരിക്കുക. ലൈഫിനെ നമുക്ക് അങ്ങനെ കാണണം ഇങ്ങനെ കാണണം, അല്ലെങ്കിൽ ഒരു ലോട്ടറി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കുറച്ചൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ സംസാരിക്കുക. ഞാൻ ഈ പ്രോബ്ലംസ് എന്തുകൊണ്ട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും അതന്നെ ചർച്ച ചെയ്യും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൂഡ് അങ്ങ് സ്പോയിലാവും. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നെ ആ ഒരു ആർഗ്യൂ പിന്നെ കണ്ടിന്യൂ ചെയ്യും. റാദർ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിനെക്കാട്ടും അത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ട് അതവിടെ വിട്ടിട്ട് പോവുക. അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ഇനി ഉണ്ടാവരുത്. അൺടിൽ അൺലെസ് ഇഫ് ഇറ്റ് ഈസ് എനി സീരിയസ് മാറ്റേഴ്സ്.
സീരിയസ് മാറ്റേഴ്സ് ആണ് ഓഫ് കോഴ്സ് യെസ്, നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്ത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ യെസ് ഡെഫിനറ്റ്ലി. അല്ലാതെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങ് വിട്ടുപിടിക്കുക. ഇത് ആക്ച്വലി എൻ്റെ വേ ഓഫ് അപ്രോച്ച് ടുവേർഡ്സ് മൈ റിലേഷൻഷിപ്പ് ആട്ടോ. ചില ആൾക്ക് ഇത് ഓക്കെ ആയി തോന്നാം, അല്ലെങ്കിൽ ചില ആൾക്ക് ഇത് എന്ത് മണ്ടത്തരാണെന്ന് തോന്നാം. പക്ഷെ എനിക്ക് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തപ്പം കുറച്ചും കൂടി നല്ലൊരു സമാധാനമുണ്ട്. അതിന് മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ആക്ച്വലി എന്ത് കാരണങ്ങളാണെങ്കിലും എന്തൊരു ഇഷ്യൂ ആണെങ്കിലും അത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ബിറ്റ്വീൻ ഒരു കെയോസോ അല്ലെങ്കിൽ ഫൈറ്റ്സ് ഒന്നും വളരെ കുറവാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം ട്രൈ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ പാർട്ട്ണർ. സ്പെൻഡ് സം ടൈം എന്ന് പറയുന്നത് ഒരു ദിവസം കംപ്ലീറ്റ്ലി ഇരുന്ന് കത്തിയടിക്കണം എന്നല്ല, അറ്റ്ലീസ്റ്റ് ഈവൻ എ ഹാഫ് ആൻ അവർ ഓൾസോ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അതായത് ഇപ്പം റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുക, കുറച്ച് തമാശകളൊക്കെ പറയുക. യുനോ ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓർ ലോട്ട് ഓഫ് മാജിക് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഇപ്പൊ തന്നെ ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര സ്ട്രെസ് ഔട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വിഷ്ണു എൻ്റെ അടുത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോവാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ. അതാണ് പറഞ്ഞത്. ബട്ട് എവ്രിബഡി ഹാസ് ഗോട്ട് ദെയർ ഓൺ വേ ഓഫ് അപ്രോച്ചിങ് ടുവേർഡ്സ് ദെയർ റിലേഷൻഷിപ്പ്. പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിക്കാനും തുടങ്ങി. ഭയങ്കര ഹെവി ആയിരുന്നു. അവസാനം പാൻ കേക്കൊക്കെ ആയപ്പം എനിക്ക് മതിയായി, അതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ടു ഗോ ബോക്സിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈവനിങ് എങ്ങാനും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ബോക്സിലൊക്കെ ഉണ്ടാക്കിയിട്ട് ബോക്സിലൊക്കെ വെച്ചിട്ട് വന്നപ്പം ബോക്സ് എടുക്കാൻ മറന്നുപോയി. അതവിടെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് വന്നു. എങ്ങനെയുണ്ട്? പൊളിയല്ല. ഇതാണ് പറഞ്ഞത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് അറിയോ? ഇൻ കേസ് ഫാമിലിയൊക്കെ കുട്ടികളൊക്കെ ഉള്ള ഫാമിലീസ് ആണെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഈവനിങ് ആകുമ്പം അവർ കപ്പിൾസ് മാത്രം വന്നിട്ടൊരു ഡിന്നർ ഡേറ്റ് ആണ് ഇവിടുത്തെ ഒരു നോർമൽ കൾച്ചർ ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് ഈ ഒരു ബലൂൺസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ ഫീലിംഗ് ഒക്കെ തോന്നി. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. നല്ല രസമാണ്. ഹൈലി റെക്കമെൻഡ് റെസ്റ്റോറൻറ്റ്. കൂട്ടാതെ പോവാ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അയ്യോ, അത് പറയാൻ മറന്നുപോയി. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഉണ്ടല്ലോ, ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയേക്കണേ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.